നമസ്കാരം. കർണാടകയിൽ വീണ്ടും മോഷണം. മംഗലാപുരത്തെ കാർഷിക ബാങ്കിലാണ് സംഭവം. മംഗളൂരുവിൽ ഉള്ളാളിന് സമീപമുള്ള കാർഷിക സഹകരണ ബാങ്കിൽ നിന്ന് 15 കോടിയുടെ സ്വർണവും 5 ലക്ഷം രൂപയുമാണ് കവർന്നത്. കാറിലെത്തിയ 6 സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. 5 പേർ തോക്കുമായി എത്തി ബാങ്കിൽ പോയി എല്ലാവരും ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തി. 6 ബാങ്കിന് കാവലായി പുറത്തു നിൽക്കുകയായിരുന്നു. കാട്ടേക്കർ കാർഷിക സഹകരണ ബാങ്കിന്റെ KC റോഡ് ശാഖയിലായിരുന്നു കവർച്ച. ഉച്ചയ്ക്ക് 1:30 ബാങ്കിലെ CCTV നന്നാക്കുന്ന സമയത്താണ് കവർച്ചാ സംഘം എത്തിയത്. കറുത്ത ഫിയറ്റ് കാറിലാണ് കവർച്ചക്കാർ എത്തിയത്. തോക്ക് ചൂണ്ടി ചാക്കുകളിലാക്കിയാണ് കവർച്ചാ സാധനങ്ങളുമായി കടന്നു കളഞ്ഞത്. തോക്കുകളും വാളുകളുമായി അക്രമികൾ ബാങ്കിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. 3 വനിതാ ജീവനക്കാരും ഒരു പുരുഷ ജീവനക്കാരനും ഒരു CCTV ടെക്നീഷ്യനുമായിരുന്നു ബാങ്കിലുണ്ടായിരുന്നത്. എതിർത്താൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബാങ്കിലെ CCTV വർക്കിംഗ് അല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് സംഘം മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ക്യാമറ അറ്റകുറ്റപ്പണികൾക്ക് ചുമതലപ്പെടുത്തിയ ഏജൻസിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ CCTV നന്നാക്കാൻ വന്നയാളുടെ സ്വർണവും പണവും അപഹരിച്ചെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അടുത്ത കടകളിലും ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ച നടത്തുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന കുട്ടികളോട് മാറിപ്പോകാൻ കവർച്ചാ സംഘം പറഞ്ഞതായി ദൃക്സാക്ഷി പറഞ്ഞു. അവരുടെ സംസാരം കന്നഡയിലായിരുന്നെങ്കിലും ബാങ്കിലെ ജീവനക്കാരോട് സംസാരിച്ചത് ഹിന്ദിയിലാണ്. കാറിന്റെ നമ്പർ പരിശോധിച്ചെങ്കിലും ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. മംഗളൂരു നഗരം ലക്ഷ്യമാക്കിയാണ് ഇവർ രക്ഷപ്പെട്ടതെന്നാണ് വിവരം. 5 വർഷം മുൻപും ഇതേ ബാങ്കിൽ കവർച്ച നടന്നിരുന്നു. അന്ന് തോക്കും കത്തിയും ഉപയോഗിച്ചായിരുന്നു കവർച്ച. നിലവിൽ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. കുറ്റവാളികളെ ഉടൻ പിടികൂടാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ സംഭവസ്ഥലം സന്ദർശിക്കുകയും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകി.